കൊല്ലം പത്തനാപുരം സ്വദേശിയായ 7 വയസ്സുകാരി നിയ ഫൈസൽ എന്നായിരുന്നു ആ കുഞ്ഞിൻ്റെ പേര്. 7 വയസ്സുകാരി നിയ ഫൈസലിൻ്റെ അമ്മ ഹബീറ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹബീറ, ഞാൻ മനസ്സിലാക്കുന്ന ഏപ്രിൽ 8-നാണ് വീട്ടുമുറ്റത്ത് വെച്ച് കുഞ്ഞിന് നായയുടെ കടിയേക്കുന്നത്. അത് കഴിഞ്ഞ് ഈ പറയുന്ന സിറമടക്കമുള്ള നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അപ്പോൾ തന്നെ അത് കഴുകുന്നു, അപ്പോൾ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ഈ പറയുന്ന എന്താണ് അതിൻ്റെ പേര്, ഈ IDRV ഡോസ് ആൻറ്റി റാബി സിറം ഇതടക്കം എടുത്തിട്ടും ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായി അല്ലേ? മോളെ പട്ടി കടിച്ചു. നമ്മൾ എല്ലാം കഴുകി ഇവിടെ ഹെൽത്തിൽ കൊണ്ടുപോയി. അവിടുന്ന് എല്ലാം കഴുകി നമ്മൾ നേരെ അവിടുന്ന് ആൻറ്റി റാബീസ് വാക്സിൻ എടുത്തുകൊണ്ടാണ് പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. ഹലോ, കേൾക്കാം ഹബീറ, പറഞ്ഞോ. കേൾക്കാം. അവിടെ കൊണ്ടു ചെന്നപ്പം ഒരു കുഞ്ഞിനെയല്ലേ പട്ടി കടിച്ചത്. അപ്പം അതിൻ്റെ ആ ഒരു കെയറോ ഇല്ലെങ്കിൽ ആ ഒരു സീരിയസ്നെസ്സോ അവർ കണക്കിലെടുത്തില്ല. അവളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് പകരം ഓരോ കാരണങ്ങൾ പറയുമായിരുന്നു. ആദ്യം OP ടിക്കറ്റ് എടുത്തോണ്ട് വാ, അവിടുന്ന് പിന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. പിന്നെ ഡോക്ടറെ റൂമിൽ ആ മുറിവ് നോക്കുവോ ക്ലീൻ ചെയ്യുമോ ഒന്നും അവർ ചെയ്തില്ല. അവിടുന്ന് കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഇമ്മ്യൂണോഗ്ലോബിൻ എടുക്കുന്നത് പോലും. ഇമ്മ്യൂണോഗ്ലോബിൻ എടുക്കുന്നത് അവളെ കാണിച്ച ഡോക്ടറല്ല, പിന്നെ വേറൊരു ഡോക്ടറാണ് അവൾക്ക് ഇമ്മ്യൂണോഗ്ലോബിൻ എടുക്കുന്നത് പോലെ. അത് മൊത്തം പുറത്ത് പോവുകയും ചെയ്തു. ബാക്കി വന്ന മരുന്ന് അവളുടെ മുറിവിൻ്റെ പുറത്ത് ഒഴിച്ചു കളയുക ചെയ്തത്. എന്നാൽ എത്ര വൈകലുണ്ടായിരുന്നു? നിങ്ങളിപ്പോൾ പട്ടികടിയേറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി ഇമ്മ്യൂണോഗ്ലോബിൻ എടുക്കുന്നതിൽ എത്ര വൈകലുണ്ടായിട്ടുണ്ടാവും? ഞാൻ ഇവിടുന്ന് 1:20-നാണ് ടെസ്റ്റ് ഡോസ് എടുക്കുന്നത്. അതിന് മുന്നേ തന്നെ ഞാൻ അവിടെ കൊണ്ട് ചെന്നു. കാരണം അധികം ദൂരമില്ലല്ലോ, നമ്മളപ്പം തന്നെ പെട്ടെന്ന് ഓട്ടോയിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് കയറിയപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു ഇതെടുക്കണമെന്ന് പറഞ്ഞു. OP ടിക്കറ്റ് എടുത്തെങ്കിലേ കാണിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. OP എടുത്ത് കാഷ്വാലിറ്റിയിൽ ഡോക്ടറെ റൂമിൽ കയറി കാണിച്ചു. അവിടെ കാണിച്ചപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു കയ്യിൽ മുറിവുണ്ട്, സർജനെ കാണിക്കണം, സർജൻ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ സർജൻ ഉണ്ട്, നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ടെസ്റ്റ് ഡോസ് എടുത്തിട്ട് ഇല്ല, ഡോക്ടർ 1 മണിയാകുമ്പോഴത്തേക്ക് പോവും, നിങ്ങൾ സർജനെ കാണിക്കാൻ പറഞ്ഞു. അവിടുന്ന് നേരെ ഞങ്ങൾ സർജനെ കൊണ്ട് കാണിച്ചു. അപ്പോൾ അവിടെ പേഷ്യൻസ് ഉണ്ടായിരുന്നു. ആ പേഷ്യൻ്റ് ഇറങ്ങിയതിന് ശേഷം സർജനെ കാണിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് പിള്ളേരെ നോക്കി ശീലമില്ല, പരിചയമില്ല, അതുകൊണ്ട് നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യും. അതായത് ഒരു പീഡിയാട്രിക് സർജൻ പറയണം ആ മുറിവ് എന്ത് ചെയ്യണം എന്ന് പറയുവാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് വന്നാൽ ഇവിടെ തന്നെ സ്റ്റിച്ചിട്ട് തരാമെന്നാണ് പറഞ്ഞത്. അപ്പം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അവിടെ നിന്ന് താഴെ വന്ന് ഇഞ്ചക്ഷൻ റൂമിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ സാമാന്യം നല്ല പേഷ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അവരൊരു ഫയൽ എടുത്തു തന്നു, ആ ഫോം മൊത്തം ഫില്ല് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്, എങ്കിൽ മാത്രമേ അവിടെ ടെസ്റ്റ് ഡോസ് എടുക്കത്തുള്ളൂ. പിന്നെ നമ്മൾ പുറത്ത് വന്നിരുന്ന ആ ഫയൽ ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുത്ത് അവളുടെ വെയിറ്റും നമ്മൾ തന്നെ നോക്കി അതിനകത്ത് എഴുതി 1:20 ആയപ്പോഴത്തേക്കാണ് ടെസ്റ്റ് ഡോസ് എടുക്കുന്നത് പോലും. അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടറിനോട് ചെന്നിട്ട് പറഞ്ഞു ഇതുപോലെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തേക്കാണ്, ഇന്ന് തന്നെ എമർജൻസി പോകണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട, നാളെ പോയാലും മതി. ഞാൻ എന്നിട്ട് ചോദിച്ചു മെഡിക്കൽ കോളേജിൽ തന്നെ പോകണോ? അപ്പോൾ പറഞ്ഞ് ഇല്ല, ഒരു പ്രൈവറ്റ് ഡോക്ടറിൻ്റെ ആയാലും ഒരു ഒപ്പീനിയൻ മതി, നിങ്ങൾ വന്നതിന് ശേഷം എങ്ങനെയാണ് മുറിവ് സ്റ്റിച്ച് എന്ന് ഇടാം എന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് സ്റ്റിച്ച് ഇടാമെന്ന് കാഷ്വാലിറ്റിയിലിരുന്ന ഡോക്ടറും പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് കറക്റ്റ് 1 മണിക്കൂർ ആയപ്പോഴത്തേക്ക് ഡോക്ടറിനെ പിന്നെയും കയറി കാണിച്ചു വന്നപ്പോഴത്തേക്ക് ഇഞ്ചക്ഷൻ റൂമിൽ സ്റ്റാഫ് ആരുമില്ല. ഞങ്ങളടുത്ത് പറഞ്ഞ് അവിടെ നിന്നൊരു സ്റ്റാഫ് പറഞ്ഞു ഡ്രസ്സിങ് റൂമിൽ ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്നും കുറേ നേരം വെയിറ്റ് ചെയ്തു, ഡോക്ടേഴ്സ് ഇല്ല. അവിടെ നിന്ന് 2 പ്രാവശ്യം എൻ്റെ സിസ്റ്റർ പോയിട്ട് ചോദിച്ചു ഡോക്ടർ ഇപ്പോൾ വരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഡോക്ടർ വന്നില്ല. അങ്ങനെ അവിടെ വന്നപ്പോഴത്തേക്ക് കാല് ഡ്രസ് വേണ്ടതാണോ ഹബീർ, അതറിയുമോ? ഞാൻ പറയുന്നത് നമ്മൾ എത്രയും പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണല്ലോ ചെയ്യേണ്ടത്. അതിപ്പോൾ എന്തെങ്കിലും കാരണം പറഞ്ഞ് നീട്ടിട്ട് കൊണ്ടുപോകുന്നത് കഷ്ടമാണ്. അത് തന്നെ ഇപ്പം നമ്മൾ അതായത് ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ടു ചെന്നപ്പോഴേ അവർക്ക് നേരെ കൊണ്ടുപോയി ടെസ്റ്റ് ഡോസ് എടുക്കാവുന്നതേ ഉള്ളായിരുന്നു. ഞാൻ ഒരു 1 അവറിൽ ചെന്ന് പറഞ്ഞപ്പം ആ ഡോക്ടറിന് കൂടെ വന്ന് എൻ്റെ കുഞ്ഞിന് ഇമ്മ്യൂണോഗ്ലോബിൻ വാക്സിൻ എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അവരതൊന്നും ചെയ്തില്ല. അവർ അങ്ങോട്ട് ചെല്ലൂ ഇങ്ങോട്ട് ചെല്ലൂ എന്ന്. പക്ഷേ നമ്മൾ അതേസമയം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ നമ്മളെ ഇട്ട് ഓടിക്കുമോ?
ഇല്ല. അപ്പം മനുഷ്യന് അത്രയ്ക്ക് വിലയില്ല. അവൾ അത്രയും വേദന കൊണ്ടാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എൻ്റെ കുഞ്ഞ്. അത്രയും നേരം ഇരുന്ന് അവൾ ഇച്ചിരി വെള്ളം കുടിക്കാനോ ആഹാരം കഴിക്കാൻ പോലും കൂട്ടാക്കില്ല. അത്രത്തോളം വേദനയും പേടിയായിരുന്നു. ഇല്ലെങ്കിൽ അവളെ അന്നേരം ഒന്ന് കൗൺസിലിങ് ആക്കാം. അവർക്ക് പറയാം ശരി ഇവിടെ അഡ്മിറ്റ് ചെയ്യ്, അവൾക്കൊരു കൗൺസിലിംഗ് കൊടുക്കാം. കുഞ്ഞുങ്ങളല്ലേ, പേടിയല്ലേ. അവിടെ അത്രയും നേരം വെയിറ്റ് ചെയ്ത് 2 പ്രാവശ്യം പോയി ചോദിച്ചു. അവിടെ നിന്ന് ഒരു ലേഡി വന്നു. അവിടെ നിന്ന് ആൾക്ക് കാല് ഡ്രസ്സ് ചെയ്ത് പോകാൻ നേരം ഞാൻ ചോദിച്ചു മോക്ക് ഇഞ്ചക്ഷൻ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇതെന്താ കേസെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് സ്റ്റാഫ് പറഞ്ഞു അത് പട്ടി കടിച്ചതാ. ശരി അവിടെ കയറ്റിയിരുത്തെന്ന് പറഞ്ഞു. ആ ലേഡി ഡോക്ടറും എൻ്റെ കുഞ്ഞിൻ്റെ കൈ ചെക്ക് ചെയ്തിട്ടില്ല എത്രത്തോളം മുറിവുണ്ടെന്നോ അതിൻ്റെ മുറിവിൻ്റെ ആഴം. ഈ പറയുന്നത് എന്തോ ഈ നമ്മുടെ ഈ കൈമുട്ടിലൊക്കെ അടിച്ചാൽ ആഴത്തിൽ ഞരമ്പിലോട്ട് കടി ഇറങ്ങിയാൽ പേവിഷ ആന്റി റബി വാക്സിൻ എഫക്റ്റീവ് അല്ലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനാദ്യം നോക്കണം ഈ കടി എത്രത്തോളം ഉണ്ട്, അത് ഞരമ്പിലോട്ട് ഇറങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ഡോക്ടർമാർ കണ്ടാൽ മനസ്സിലാവുന്നതാണ്. അത് അവരാദ്യം നോക്കണം. ആ ഡോക്ടർ ചെക്ക് ചെയ്യണ്ടേ? അതൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. ഞാൻ എന്നിട്ട് ചോദിച്ചു ഈ മുറിവ് ക്ലീൻ ചെയ്യണ്ടേ ഡോക്ടറെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് നിങ്ങൾ കഴുകിയിട്ടില്ലേ? ഞാൻ പറഞ്ഞു കഴുകി. അതേ ഉള്ളൂ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ മോളെ ഡെസ്കിലോട്ട് കയറ്റി ഇരുത്തി വാക്സിൻ എടുത്തു. അപ്പോൾ വാക്സിൻ എടുത്തപ്പോൾ തന്നെ എൻ്റെ മോളുടെ വെയ്റ്റിനനുസരിച്ചുള്ള വാക്സിനല്ലേ സിറിഞ്ചിൽ ലോഡ് ചെയ്യുള്ളൂ. അവൾക്ക് 19 കിലോയേ ഉള്ളായിരുന്നു. അവരെഴുതിയിരുന്ന ആ 19 കിലോ വെയ്റ്റിന് 2.5 ml വാക്സിനാണ് അവർ എഴുതിയിരുന്നത്. ആ 2.5 ml വാക്സിൻ മാത്രമല്ലേ അവർ സിറിഞ്ചിൽ ലോഡ് ചെയ്യുള്ളൂ. ആ ലോഡ് ചെയ്ത വാക്സിൻ എൻ്റെ കുഞ്ഞിൻ്റെ മുറിവിൽ കുത്തിവെച്ചപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ ആ മുറിവിനകത്തൂടെ ആ മരുന്ന് പുറത്തേക്ക് ഒലിച്ചു പോവുകയാണ് ചെയ്തത്. ഏതിന് ശേഷം ഞാൻ പറഞ്ഞു ഡോക്ടർ ബാക്കിലൊരു മുറിവുണ്ടെന്ന് കാണിച്ചു കൊടുത്ത്. അപ്പോഴാണ് അവർ ബാക്കിലത്തെ മുറിവ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഇഞ്ചക്ഷൻ വെച്ചു. ബാക്കി മരുന്ന് സിറിഞ്ചിലുണ്ടായിരുന്നത് ഇവിടെ എല്ലാം മുറിവുണ്ടായിരുന്നു, അതിലെങ്ങും ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല. അതിൽ ബാക്കി മരുന്ന് അതിൻ്റെ പുറത്ത് ഒഴിച്ചു കളയുക ചെയ്തത്. എന്നിട്ട് ഞാൻ അവിടെ നിന്നപ്പോൾ എടുത്ത് ചോദിച്ചു ഡോക്ടറെ മുറിവ് മരുന്ന് പുറത്ത് പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവളുടെ വെയിറ്റിനനുസരിച്ചുള്ള എടുത്തിട്ടുണ്ട്, ബാക്കി മുറിവിൻ്റെ പുറത്ത് ഒഴിച്ചിട്ടുണ്ട്. ബാക്കി ഒരുപാട് ഡോക്ടേഴ്സ് എന്നെ വിളിച്ചു ചോദിച്ചു ബാക്കി എന്തുകൊണ്ട് ആ മരുന്ന് വേറെ പല ഭാഗത്ത് കുത്തിവെച്ചില്ല എന്നുള്ളത്. അത്രയും നിസ്സാരമായിട്ടാണ് എൻ്റെ കുഞ്ഞിന് ജീവനെ അവർ കണക്ക് കൂട്ടിയത്. എന്നാലും 3 ഡോസ് എടുക്കുകയും ചെയ്തു. നമ്മൾ 4ാമത്തെ ഡോസിന് വെയിറ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു അല്ലേ ഹബീറ? നാലാമത്തെ പിറ്റേന്ന് ഞാൻ മെഡിസിറ്റിയിൽ സർജനെയാണ് കൊണ്ട് കാണിച്ചത്. ശരി അന്ന് ആൻറ്റിബയോട്ടിക് എഴുതി തന്നു. അപ്പോൾ ഇവിടെ എങ്ങും പാരിപ്പള്ളി വിളിച്ചു ചോദിച്ചു, എവിടെ എങ്ങും സർജന്മാരില്ല. മെഡിസിറ്റി വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ സർജനുണ്ട്, നാളെ രാവിലെ ഞാൻ കൊണ്ടുപോയി. പിറ്റേന്ന് രാവിലെ ഞാൻ കൊണ്ടുപോയി. കുഞ്ഞിന് ഒരു പെയിൻ കില്ലർ പോലും ഈ പുനലൂർ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്തില്ലെന്നുള്ളതാണ് വേദനയ്ക്കുള്ളത്. എൻ്റെ കുഞ്ഞ് കൈ അനക്കാൻ വയ്യാതെ ഇവിടെ വന്നിരിക്കുക, പെയിൻ കില്ലർ പോലും ഇല്ലേ. അവർക്ക് പറയും എമർജൻസി കൊണ്ടുപോ, ഇന്നതുപോലാണ്. നമുക്ക് ഒരു ബോധവൽക്കരണം തരണം. ഒരാളുടെ പട്ടി കടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഡോക്ടേഴ്സ് പറഞ്ഞു തരണം എന്താണ് കാര്യം, നിങ്ങൾ എത്രത്തോളം ഇതിന് കെയർ ചെയ്യണം. എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നതും കേൾക്കുന്നതും. ഒരു പേപ്പട്ടി വരുന്നതും ആദ്യമായിട്ടാണ്. എൻ്റെ കുഞ്ഞാണ് ഈ നാട്ടിൽ ആദ്യമായിട്ട് ഒരു പേപ്പട്ടിക്ക് ഇരയായിരിക്കുന്നത്. അപ്പം അവർ പറഞ്ഞു പിറ്റേന്ന് രാവിലെ മെഡിസിറ്റി കൊണ്ട് ചെന്നപ്പോൾ ആ ഡോക്ടർ കൈ തൊട്ടപ്പോൾ കൈ അനക്കാൻ വയ്യ. ആ ഡോക്ടർ തന്നെയാണ്. അപ്പം ഞാൻ ചോദിച്ചു ഡോക്ടറിൻ്റെ ഒരു ഒപ്പീനിയൻ മതി, അവിടെ തിരിച്ചു ചെന്ന് സ്റ്റിച്ച് ഇടാനാണ് അവിടുത്തെ സർജനും ഡോക്ടറും പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഒരിക്കലും പട്ടി കടിച്ച മുറിവിനകത്ത് സ്റ്റിച്ച് ഇടാൻ പാടില്ല. ആ വൈറസ് എപ്പോഴും അതിൽ തന്നെ ഉണ്ടാവും, അത് അവിടെ ഇരുന്ന് പഴുക്കേ ഉള്ളൂ. എത്ര വലിയ മുറിവാണെങ്കിൽ അത് ഓപ്പൺ ആക്കി വെച്ച് തന്നെ നമ്മൾ അതിനെ ഉണക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ്. അപ്പം ഈ 2 ഡോക്ടേഴ്സിലെ ഏത് ഡോക്ടർ പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടേ? എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ആ ഡോക്ടർ തന്നെ ഡ്രസ്സ് ചെയ്തു ക്ലീൻ ചെയ്തിട്ട് പറഞ്ഞു ഇനി വരുമ്പോൾ പോലും നീ മുറിവ് തന്നെ കാണിക്കരുത്, അത്രത്തോളം പുറത്തുള്ള ഇൻഫെക്ഷനും കയറരുത്, ഇതിനകത്തുനിന്നും ഇൻഫെക്ഷൻ ആകരുത്. എന്നിട്ട് ഡോക്ടർ കൊണ്ട് ചെന്ന പാടെ എടുത്ത് ചോദിച്ചു നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾക്ക് ഇമ്മ്യൂണോഗ്ലോബിൻ കറക്റ്റിന് അവർ കുത്തി വെച്ചിട്ടില്ലേ, അവളുടെ ജീവൻ്റെ വില അതാണ്, പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ആ ഒരു വിശ്വാസത്തിലാണ് ആ ഡോക്ടർ പറഞ്ഞ ആ ഒരു വിശ്വാസത്തിലാണ് എൻ്റെ കുഞ്ഞിന് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇത്രയും കൊണ്ട് നടന്നത്. അവിടെ നിന്ന് ഡ്രസ്സ് ചെയ്ത് പറഞ്ഞു ഇനി നീ മാത്രം ആ മുറിവ് ഡ്രസ്സ് ചെയ്യാവൂ, പുറത്തെങ്ങും കൊണ്ടുപോയി ഡ്രസ്സ് ചെയ്യരുത്, എന്ന് സോപ്പിട്ട് കഴുകണം, എല്ലാം പറഞ്ഞ് എനിക്ക് അത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കി തന്നാണ് ആ ഡോക്ടർ വിട്ടത്.
അതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ. ആ ഒരു വിവരം പോലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമ്മൾ സാധാരണക്കാർ ചെല്ലുന്ന നമ്മുടെ അപ്പോൾ ഹബീറ പറയുന്നത് എനിക്ക് അങ്ങനെ സമാധാനിക്കണമെന്ന് അറിയില്ല. പക്ഷേ ഹബീറ പറയുന്ന ഇഷ്യൂ മറ്റൊരു പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ട ബേസിക് കെയർ. കുഞ്ഞ് വലിയ വേദനയിൽ പോയ കുഞ്ഞാണ്. ആ കുഞ്ഞിന് കൊടുക്കേണ്ട ബേസിക് കെയർ പോലും ആശുപത്രിയിൽ കൊടുത്തില്ല. ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കാൻ വൈകി. എടുത്ത ഇമ്മ്യൂണോഗ്ലോബുലിൻ തന്നെ പകുതിയും മുറിവിന് പുറത്തേക്ക് പോയി. ഒരു മുറിവിനേക്ക് എടുത്ത ഇമ്മ്യൂണോഗ്ലോബുലിൻ കൂടുതൽ മുറിവുണ്ടായിട്ടും അതിന് ഡോസ് പോയിട്ടുണ്ടോ എന്ന സംശയമാണ്. അത് മറ്റൊരു ഗുരുതര പ്രശ്നമാണ്.